അദാനിമാർക്ക് വേണ്ടി അംബാനിമാർക്ക് വേണ്ടി ഭരിക്കുന്നു എന്ന് വ്യാപകമായി ഇന്ന് ആരോപണം ഉയർന്നിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നരേന്ദ്രമോദിയെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അദാനിമാർക്ക് വേണ്ടി അംബാനിമാർക്ക് വേണ്ടിയുള്ള ഭരണമാണ് നിങ്ങൾ നടത്തുന്നത്. ഈ പറഞ്ഞതിന്റെ പേരിൽ, ഈ സത്യം പറഞ്ഞതിന്റെ പേരിൽ ഒരു വിശദീകരണം പോലും ചോദിക്കാതെ അദ്ദേഹത്തെ ലോക്സഭയിൽ നിന്നും അയോഗ്യത കൽപ്പിച്ചുകൊണ്ട് പുറന്തള്ളുന്ന സ്ഥിതിവിശേഷം. പിന്നീട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ലോക്സഭ അംഗത്വം തിരിച്ചു കിട്ടിയത്. ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പാർലമെന്റ് അംഗത്തെ ഒരു വിശദീകരണം പോലും ചോദിക്കാതെ അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിച്ച് പുറന്തള്ളുന്ന ഏറ്റവും ഹീനമായ ജനാധിപത്യ വിരുദ്ധമായ നടപടി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. യുദ്ധത്തിന്റെ കെടുതികൾ ലോകവ്യാപകമായി ബാധിക്കുകയല്ലേ, ഇന്ത്യ രാജ്യത്തെ പോലും എത്ര പ്രതികൂലമായി ബാധിക്കുന്നു. ഇന്ധനക്ഷാമം രൂക്ഷമായി വന്നിരിക്കുന്നു, ഇന്ധനത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു, കുക്കിംഗ് ഗ്യാസ് പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഹോട്ടലുകൾ മിക്ക ഹോട്ടലുകളും അടച്ചുപൂട്ടി ഗ്യാസ് ഇല്ലാത്തത്. ഇത് ഫലപ്രദമായി അഭിമുഖീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നുണ്ടോ? കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നുണ്ടോ? പാർലമെന്റിലൊക്കെ ഭംഗിയായി പറയും. അപ്പോൾ ജനങ്ങളുടെ ജീവിതത്തിൽ കുക്കിംഗ് ഗ്യാസ് പോലും വേണ്ട സമയത്ത് കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്തിനേറെ ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനായി അധികാരഭ്രാന്ത് മൂത്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മുന്നിൽ നരേന്ദ്രമോദി വിനയാന്വിതനായി കൈകൂപ്പി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യൻ ജനതയുടെ ആത്മാഭിമാനം പണയപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് നരേന്ദ്രമോദി കൊണ്ടെത്തിച്ചിരിക്കുന്നു. ട്രംപ് നയിക്കുന്ന അമേരിക്കയിൽ പോലും ഈ യുദ്ധവെറിക്കെതിരെയുള്ള ശക്തമായ പ്രതികരണം ഉയർന്നു വരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് പരമ്പരാഗതമായ നമ്മുടെ മഹത്തായ ആ പാരമ്പര്യത്തിലെ കളഞ്ഞു കുറിച്ചുകൊണ്ട് സാമ്രാജ്യത്വ ശക്തികളുമായി കൈകോർത്തുകൊണ്ട് ലോകസമാധാനം ഇല്ലാതാക്കുന്ന ശക്തികൾക്ക് യുദ്ധവെറിയന്മാരായ ശക്തികളെ നിയന്ത്രിക്കാനും നിങ്ങളെ യുദ്ധം നിർത്തണം, ആരായാലും ബന്ധപ്പെട്ട എല്ലാവരും യുദ്ധം നിർത്തണം എന്ന് ശക്തമായി പറയാൻ തയ്യാറാകാത്ത ഭീരുവായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി നയിക്കുന്ന ഇന്ത്യ രാജ്യത്തെ സ്ഥിതിവിശേഷം വളരെ ആപൽക്കരമായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ കാണാൻ സാധിക്കുന്നു. പ്രിയ സഹോദരി രമ വന്നിരിക്കുന്നു. നിയമസഭയിൽ അതിപ്രഗത്ഭമായി ജനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന, ജനരോഷം അവതരിപ്പിക്കുന്ന, നാടിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന ഈ സഹോദരി ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ. ഈ സഹോദരി നമ്മുടെ നാടിന്, വടകരയ്ക്ക്, കേരളത്തിന് അഭിമാനം. ഈ പ്രിയ സഹോദരിയെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. TPയുടെ വേർപാടിന് ശേഷം അദ്ദേഹത്തിന്റെ കൊലപാതകം രക്തസാക്ഷിയായ TPയുടെ വീട്ടിൽ വന്ന് രമയെ കണ്ട സന്ദർഭം മനസ്സിലെ ദുഃഖമെല്ലാം കടിച്ചു പിടിച്ച് കടിച്ചമർത്തി ആ ഒരു ദൗത്യം, തന്റെ പ്രിയതമൻ ഏറ്റെടുത്ത ദൗത്യം, ആ രാഷ്ട്രീയ ദൗത്യവുമായി മുന്നോട്ട് പോകുന്ന ഈ പ്രിയ സഹോദരി എന്നും ജനപക്ഷത്താണ് നിൽക്കുന്നത്. അത് ആശാമാരുടെ സമരം വന്നാലും തൊഴിലാളികളുടെ സമരം വന്നാലും ഏതൊരു പാവപ്പെട്ട ജനവിഭാഗത്തിന് സമരം വന്നാലും അവരോടൊപ്പം പോരാളിയാണ്. അവരുടെ പ്രശ്നങ്ങൾ അത് അട്ടപ്പാടിയിലെ ആദിവാസികളുടേതായാലും നമ്മുടെ വയനാട്ടിലെ പാലക്കാട്ടെ ആദിവാസികളുടെ കാര്യമായാലും അതൊക്കെ നിയമസഭയിൽ ഉന്നയിക്കാൻ ചങ്കൂറ്റത്തോടുകൂടി അവതരിപ്പിക്കാൻ ചെയ്യാറുള്ള ഈ സഹോദരി, നമ്മുടെ വടകരയുടെ അഭിമാനമായ ഈ സഹോദരി, അവരെ വൻ ഭൂരിപക്ഷത്തോടുകൂടി, മുൻകാലത്തെക്കാളും വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവരെ വിജയിപ്പിച്ച് അനുഗ്രഹിക്കണം എന്ന് ഈ അവസരത്തിൽ എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടുകൊണ്ട് പോകുന്നില്ല. പിണറായി വിജയന്റെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കുക, നരേന്ദ്രമോദിയുടെ അവസരവാദപരമായ പാവപ്പെട്ടവർക്ക് വിരുദ്ധമായിട്ടുള്ള ഭരണത്തിന്, അദാനിമാർക്കും അംബാനിമാർക്കും വേണ്ടിയുള്ള ഭരണത്തിന് ശക്തമായി അറുതി വരുത്തുക. അതിനുവേണ്ടിയുള്ള നല്ലൊരു തുടക്കം ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളം നൽകും. പിണറായി ഭരണത്തിന് അന്ത്യം കുറിക്കും. ജനാധിപത്യ കക്ഷികൾ ചേർന്ന സഖ്യം, RMP പങ്കുചേർന്ന സഖ്യം വൻ വിജയത്തിലൂടെ നിന്ന് കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ അവതരിപ്പിച്ചുകൊണ്ട്
ജനക്ഷേമകരമായി നല്ലൊരു ഭരണം നടത്തും. ആ ഭരണത്തിൽ സുപ്രധാനമായ നിർണായകമായ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ സഹോദരി ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടി നിങ്ങൾക്ക് എല്ലാ ഞാൻ എൻ്റെ ആദരവിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമായി ഈ കൊച്ചു സഹോദരിക്ക്, പ്രിയപ്പെട്ട രമിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മകളുടെ പ്രായമേ അവർക്കുള്ളൂ. ആ പ്രിയപ്പെട്ട രമിക്ക് ഞാൻ ഈ ഷോൾ അണിയിക്കുന്നു. അത് സ്വീകരിക്കാൻ അവരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി